ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ സംവാദ് സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ബുദ്ധ സന്ദേശങ്ങൾ കാലിക പ്രസക്തമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് വാക്സിൻ ജനുവരിയോടെയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിൻ നൽകാൻ 30 കോടി ആളുകളെ മുൻഗണനാ ക്രമത്തിൽ നിശ്ചയിച്ചതായും ഹർഷവർദ്ധൻ. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന പുതിയ തരം കൊറോണ വൈറസ് കണ്ടെത്തി. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്രാ നിരോധനം. കർഷക പ്രതിനിധികളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം. കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെയാണ് കാണുന്നതെന്നും സർക്കാർ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നു. ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ സംവാദ് സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തു. സമ്മേളനത്തിനായി ശക്തമായ പിന്തുണ നൽകുന്ന ജാപ്പനീസ് ഭരണകൂടത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബുദ്ധഭഗവാന്റെ ദർശനങ്ങളും ചിന്തകളും യുവാക്കൾക്കിടയിൽ അടക്കം പ്രചരിപ്പിക്കാൻ ഈ സംവിധാനം ഏറെ പരിശ്രമിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നിരീക്ഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി ഗുയൻ സുവാൻ ഫുക്കുമായി ഇന്ന് വെർച്വൽ ഉച്ചകോടി നടത്തും. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തും. മേഖലാതല ആഗോള വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും. ഇന്ത്യ വിയറ്റ്നാം സൌഹൃദത്തിന്റെ വളർച്ചയും ചർച്ച ചെയ്യും. ഫെബ്രുവരിയിൽ വിയറ്റ്നാം വൈസ് പ്രസിഡന്റ് ഡാങ് തിങ് ഓക് തിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ ഏപ്രിൽ 13-ന് ഇരു പ്രധാനമന്ത്രിമാരും ടെലിഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായി. ആഗസ്റ്റ് 25-ന് വിദേശകാര്യമന്ത്രിമാർ വെർച്വലായി യോഗം ചേർന്നു. കഴിഞ്ഞ മാസം 27-ന് രാജ്യരക്ഷാ മന്ത്രിമാരും വെർച്വൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകാനുള്ള 30 കോടി ആളുകളെ സർക്കാർ മുൻഗണനാ ക്രമത്തിൽ നിശ്ചയിച്ചുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത്. ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, സൈനികർ, ശുചീകരണ തൊഴിലാളികൾ അടക്കമുള്ള മുന്നണി പോരാളികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 വയസ്സിൽ മുകളിലുള്ളവർക്കും 50 വയസ്സിൽ താഴെയുള്ള മറ്റു രോഗങ്ങളുള്ളവർക്കും വാക്സിൻ നൽകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന പുതിയ തരം കൊറോണ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം വിളിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അധ്യക്ഷനായ ജോയിന്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പ് യോഗം രാവിലെ തുടങ്ങി. യുകെയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയപരമായ തീരുമാനം എടുത്തിട്ടില്ല. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന പുതിയ തരം കൊറോണ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. അയർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്സ്, ബെൽജിയം എന്നീ രാജ്യങ്ങളിലെല്ലാം യുകെയിൽ നിന്നുള്ള വിമാന സർവീസ് നിർത്തിവച്ചു. കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുന്നുണ്ട്. യുകെയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ജനുവരി 1 വരെ യുകെയിൽ നിന്നുള്ള എല്ലാ യാത്രാ വിമാനങ്ങളും നിരോധിച്ചതായി നെതർലാൻഡ്സ് അറിയിച്ചു. ചരക്കുലോറികൾ ഉൾപ്പെടെ യുകെയിലേക്കുള്ള എല്ലാ സർവീസുകളും ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ നേരത്തേക്ക് ഫ്രാൻസ് നിർത്തിവച്ചു. വൈറസ് വ്യാപനം കണക്കിലെടുത്ത് സൌദി ഒരാഴ്ചത്തേക്ക് അതിർത്തികൾ അടച്ചു. എല്ലാ വിദേശ വിമാന സർവീസുകളും റദ്ദാക്കി. യുകെയിൽ കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച ഈ വൈറസ് അതിവേഗം മനുഷ്യരിൽ പടരുമെങ്കിലും എത്രത്തോളം അപകടകാരിയാണെന്ന് വ്യക്തമല്ല. ഇതേ വൈറസ് നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ കോവിഡ്-19 രോഗികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലണ്ടൻ ഉൾപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലാണ് പുതിയ കൊറോണ വൈറസ് കൂടുതലായി കാണപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25,000-ലധികം ആൾക്കുകൂടി കോവിഡ് രോഗമുക്തരായതോടുകൂടി രാജ്യത്തെ രോഗമുക്തി നിരക്ക് 95.53% ഉയർന്നു. 96,06,000-ലധികം ആളുകളാണ് രാജ്യത്ത് ഇതുവരെ രോഗമുക്തരായതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3,03,000 ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24,337 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,55,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 333 പേർ കൂടി രോഗം ബാധിച്ച് മരിച്ചതോടെ രാജ്യത്തെ ആകെ മരണം 1,45,810 ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,71,00,000 കടന്നു. 5,40,00,000-ലധികം ആളുകൾ രോഗമുക്തരായി. 16,99,000-ലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും അധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ 73,00,000-ലധികം ആളുകളാണ് നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
കർഷക പ്രശ്നം പരിഹരിക്കാനുള്ള അടുത്തഘട്ട ചർച്ചയ്ക്കായി തീയതി നിശ്ചയിക്കാൻ സർക്കാർ കർഷക പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര കാർഷിക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാളാണ് ഇത് സംബന്ധിച്ച് കർഷക സംഘടനകൾക്ക് കത്തയച്ചത്. കർഷകർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉചിതമായ പരിഹാരം കാണുന്നതിന് തുറന്ന മനസ്സോടെയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് അടുത്ത ചർച്ച സംഘടിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയ്ക്കായുള്ള ദേശീയ ഇ ഗവേണൻസ് പദ്ധതി ആധുനികവൽക്കരിക്കുന്നതിലൂടെ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഭരണകൂടം നടത്തുന്നതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലെ എല്ലാ ശ്രമങ്ങളുടെയും അടിസ്ഥാനം രാജ്യത്തെ കർഷകരുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളും രാവിലെ 10-ന് സത്യപ്രതിജ്ഞ തുടങ്ങി. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-ന് ആരംഭിച്ചു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ അതത് വരണാധികാരികളാണ് ആദ്യ അംഗത്തെ പ്രതിജ്ഞയെടുപ്പിക്കുന്നത്. കോർപ്പറേഷനിൽ ജില്ലാ കളക്ടർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗത്തെയാണ് വരണാധികാരികൾ പ്രതിജ്ഞയെടുപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 28-ന് നടക്കും. ത്രിതല അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് 30-നാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആഗോള ഭാരതീയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സ്വയം പര്യാപ്തത, സ്വദേശീയ ചിന്ത, സ്വാതന്ത്ര്യം എന്നീ 3 മന്ത്രങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് വഴി ഇത് സാക്ഷാത്കരിക്കാൻ ആകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഔറംഗാബാദിലെ മഹാത്മാഗാന്ധി നൂതനാശയ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മൂല്യാധിഷ്ഠിത ജീവിതക്രമത്തിലൂടെ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ ആകുമെന്നാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചതെന്ന് ശ്രീ ഗഡ്കരി അഭിപ്രായപ്പെട്ടു. ചെറിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പരമാവധി ഒഴിവാക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം നൽകാൻ യുവാക്കളായ സംരംഭകർക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നും ശ്രീ ഗഡ്കരി നേതാക്കളോട് ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളിലെ അപൂർവ കാഴ്ചയുമായി ഇന്ന് ആകാശത്ത് മഹാഗ്രഹ സംഗമം. 794 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാഴം ശനി മഹാഗ്രഹ സംഗമം ആകാശത്ത് വിസ്മയമാകുന്നത്. ശാസ്ത്രലോകവും ഈ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇന്ന് സന്ധ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറൻ മാനത്ത് ഭൂമിയുടെ നേർരേഖയിൽ 2 ഗ്രഹങ്ങളും ദൃശ്യമാകും. വ്യാഴമായിരിക്കും ആദ്യം മാനത്ത് ദൃശ്യമാവുക. ക്രമേണ ശനി ഗ്രഹത്തെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ISL-ൽ ഇന്ന് ATK മോഹൻ ബഗാൻ ബംഗളൂരു FC-യുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ സമനില പിടിച്ചു. ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ മുംബൈ വിജയിച്ചു. ഹരിയാനയിൽ നടക്കുന്ന അടുത്ത വർഷത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ കളരിപ്പയറ്റ് ഉൾപ്പെടെ 4 തദ്ദേശ കായിക വിനോദങ്ങൾ മത്സര ഇനത്തിൽ ഉൾപ്പെടുത്താൻ കായിക മന്ത്രാലയം അനുമതി നൽകി. കളരിപ്പയറ്റിന് പുറമെ ഗഡ്ക, താങ്ത, മല്ലംബഖ എന്നീ ആയോധന കലകളാണ് പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 74 പോയിന്റ് താഴ്ന്ന് 46,885-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് ഇടിഞ്ഞ് 13,731-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ വർദ്ധിച്ച് 37,680 രൂപയും ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 4,710 രൂപയുമാണ് ഇന്നത്തെ വില. ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ശൈത്യം പിടിമുറുക്കുകയാണ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ താപനില ചില അവസരങ്ങളിൽ 1 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ ജപ്പാൻ സംവാദ് സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ബുദ്ധ സന്ദേശങ്ങൾ കാലിക പ്രസക്തമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് വാക്സിൻ ജനുവരിയോടെയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിൻ നൽകാൻ 30 കോടി ആളുകളെ മുൻഗണനാ ക്രമത്തിൽ നിശ്ചയിച്ചതായും ഹർഷവർദ്ധൻ. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന പുതിയതരം കൊറോണ വൈറസ് കണ്ടെത്തി. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്രാ നിരോധനം. കർഷക പ്രതിനിധികളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം. കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെയാണ് കാണുന്നതെന്നും സർക്കാർ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നു. ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.